നമസ്കാരം. വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് മറ്റൊരു വാർത്തയുമായി ഞാൻ എത്തുകയാണ്. ഒന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിയേറ്റർ ഉടമകളും ആയിട്ടുള്ള സമരപ്രഖ്യാപനം, തിയേറ്റർ ഉടമകൾ മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നുള്ള സമരപ്രഖ്യാപനം വന്നതോടുകൂടി വലിയ രീതിയിൽ നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടനയും രംഗത്തെത്തിയിരുന്നു. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വരെ വിജയകുമാർ സിയാദ് കോക്കറിനെതിരെ 23 കേസിലെ പ്രതിയാണെന്ന നിലയിലേക്കുള്ള വ്യക്തിഹത്യ ചെയ്തു. ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. ഇതുമായി ബന്ധപ്പെട്ട് സമരം ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്നാണ് നമുക്ക് കണ്ടത്, അല്ലെങ്കിൽ വിജയകുമാർ ഇതിൽ തുടരുമോ? ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഇന്നലെ അടിയന്തരമായി നിർമ്മാതാക്കളുടെ സംഘടനയിൽ യോഗം ചേർന്നു. അതിൻ്റെ എക്സ്ക്ലൂസീവ് വിഷ്വൽ സഹിതമാണ് മൂവി വേൾഡ് മീഡിയയ്ക്ക് ലഭിച്ചത്. അതിൻ്റെ ഫിയോക്കിൻ്റെ സ്ഥാപക ചെയർമാനും സ്ഥാപക വൈസ് ചെയർമാനും, അത് ബയലോ പ്രകാരം ചെയർമാനും വൈസ് ചെയർമാനും ഉണ്ട്. വൈസ് ചെയർമാൻ രാജിക്കത്ത് നൽകിയെങ്കിലും ഇപ്പോഴും അംഗീകരിക്കുന്ന നിലയിലേക്കെല്ലാം പോകുന്നത് ആന്റണി പെരുമ്പാവൂരാണ് വൈസ് ചെയർമാൻ. ചെയർമാൻ നടൻ ദിലീപുമാണ്. ആ ദിലീപും ആന്റണി പെരുമ്പാവൂരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇന്നലെ യോഗം ചേർന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ യോഗത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്ക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, വർക്കിംഗ് സെക്രട്ടറി സോഹൻ ഉൾപ്പെടെയുള്ളവർ, പിന്നീട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും വിതരണക്കാരുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടൊരു നിർണായക യോഗം ഇന്നലെ ചേരുകയുണ്ടായിരുന്നു. ഈ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുന്നതും. യോഗത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ വിതരണക്കാരുടെ സംഘടനയും തീരുമാനങ്ങൾ ദിലീപിനെ അറിയിച്ചു. ദിലീപ് ചെയർമാൻ എന്ന നിലയിൽ, ഫിയോക്കിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കാര്യങ്ങൾ അറിയിച്ചു. ഒരു കാര്യവും അറിയിക്കാതെ പെട്ടെന്ന് ചാടിക്കയറി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമരം പിൻവലിക്കണം. മലയാള സിനിമയോട് എന്താണ് ഇവർക്ക് ഇത്ര അലർജി എന്നുള്ള കാര്യമാണ് ദിലീപിനോട് മുന്നോട്ട് വെച്ചിരുന്നത്. ദിലീപ് പറയുന്നത്, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, യാത്രയിലായിരുന്നു, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വാർത്താമാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞത്. ഞാൻ ഫിയോക്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് വിജയകുമാറൊക്കെ ആയിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് ദിലീപ് ഉറപ്പ് നൽകുന്നു. ദിലീപിനിലേക്കാണ് ആ ചുമതല പോയിരിക്കുന്നത്. അങ്ങനെ ഇന്നലത്തെ യോഗത്തിൽ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം സിയാദ് കോക്കറിനെതിരെ ഉന്നയിച്ച ആക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയാനുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഇത്ര ഒരു വ്യക്തിഹത്യ ചെയ്ത്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ദിലീപ് ചർച്ചയ്ക്ക്, ഇപ്പോൾ രാവിലെ തന്നെ ദിലീപ് ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ദിലീപ് ചർച്ചയിലൂടെ ഇത് സംഭവം പരിഹാരം കണ്ടില്ലെങ്കിൽ വിജയകുമാറിനെ മാറ്റണമെന്നൊരാവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. വിജയകുമാറെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് എത്രമാത്രം വിജയകുമാർ ഈ സമരം പിൻവലിച്ചാൽ, വിജയകുമാറും സെക്രട്ടറിയും മാത്രം അറിഞ്ഞുകൊണ്ടാണ് സമരപ്രഖ്യാപനം നടന്നതെന്നാണ് അന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ എൻ്റെ ഒരു ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത്. കാരണം 22-ാം തീയതി പ്രഖ്യാപിച്ച സമരം 23-ലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇത് എനിക്കും സെക്രട്ടറിക്കും മാത്രം അറിയാവുന്ന കാര്യമാണെന്നാണ് ഫിയോക്കിൻ്റെ പ്രസിഡന്റ് വിജയകുമാർ പറഞ്ഞത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എടുത്ത തീരുമാനമാണോ എന്നും അറിയണം. നിലവിൽ ഇന്നലെ ഞാൻ കൊടുത്ത വാർത്തയുടെ സോണി വൈസ് പ്രസിഡന്റ് പ്രശ്നം ഉടക്കി നിൽക്കുന്നു. ബോബി ചാൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പല ആളുകൾക്കും ഇതിൽ എതിർപ്പുണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയണം, ഈ തീരുമാനം വിജയകുമാർ ഒറ്റയ്ക്കെടുത്തതാണെങ്കിൽ വിജയകുമാർ തിരുത്തിയേ മതിയാകൂ. സമരം പിൻവലിക്കാതെ ഒരു കാര്യത്തിലും ഒരു ചർച്ചയ്ക്ക് മുന്നോട്ടില്ല എന്ന തീരുമാനത്തിൽ ഉറച്ച് നിർമ്മാതാക്കളുടെ സംഘടനയും വിതരണക്കാരുടെ സംഘടനയും നിൽക്കുന്ന അവസരത്തിൽ ഇന്ന് ദിലീപിൻ്റെ ചർച്ച നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 28-ാം തീയതി ഫിലിം ചേംബർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഈ സമരം പ്രഖ്യാപിച്ചത് എന്തിനാണ് ഒരു ചോദ്യചിഹ്നവും ഇവിടെ ബാക്കി നിൽക്കുന്നു. അത് ചേംബറിൻ്റെ പ്രസിഡന്റ് ജേക്കബും ട്രഷറർ വക്കച്ചനും ഉൾപ്പെടെയുള്ള വേദിയിൽ വെച്ച് സമരം പ്രഖ്യാപിച്ചതിന് ചേംബറിലുള്ളവർക്കും അതൃപ്തിയുണ്ട്. ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറി സജി നന്ദയാട്ടുമായി നമ്മളിപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടതും ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടപ്പോൾ സജി നന്ദയാട്ട് പറയുന്ന ഒറ്റ വാക്കുള്ളൂ, ഒരിക്കലും ഞാനിപ്പോൾ അഭിമുഖം തരില്ല. കാരണം ഞാൻ അഭിമുഖം തന്നാൽ ചേംബറിൻ്റെ പ്രസിഡന്റും ട്രഷററും ചെയ്തതിന് തുല്യമായി പോകുമെന്നാണ് പറയുന്നത്. കാരണം ചേംബറിന് ഒരു മാനദണ്ഡമുണ്ട്. ചേംബർ പറയുന്ന സ്ഥലത്താണ് സമരങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ചേംബർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് മറികടന്നുകൊണ്ട് സമരപ്രഖ്യാപിച്ചതും ആ സമരപ്രഖ്യാപന വേദിയിൽ ചേംബറിൻ്റെ പ്രസിഡന്റും ട്രഷറും ഉണ്ടായത് വളരെ ഖേദകരമാണ് എന്ന രീതിയിൽ സജി നന്ദയാട്ട് എന്നെ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് സജി നന്ദയാട്ട് പറയുന്ന 28-ാം തീയതി യോഗം ചേരും. അടിയന്തരമായിട്ട് യോഗം ചേരുന്ന ഉച്ചകഴിഞ്ഞ് എക്സിക്യൂട്ടീവ് യോഗത്തിന് പുറമെ ഉച്ചകഴിഞ്ഞ് ഈ സംഘടനകളെല്ലാം വിളിച്ചൊരു യോഗം ചേരുമെന്ന് സജി നന്ദയാട്ടും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വിജയകുമാർ നേതൃത്വത്തിൽ ഇരിക്കുന്ന അത്രയും കാലം വിജയകുമാറുമായുള്ള യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് സുരേഷ് കുമാർ നേരത്തെ അറിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വിതരണക്കാരുടെ മറ്റ് സംഘടന എക്സിബിറ്റേഴ്സും അതോടൊപ്പം തന്നെ ഫെഡറേഷനും ഈ സമരത്തിനില്ല എന്ന
ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അവരുടെ ഗ്രൂപ്പുകളിൽ വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഒരു രീതിക്കും സമരവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല. മലയാള സിനിമയ്ക്ക് മാത്രം ഇത്തരം അലർജി എന്താണെന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. വിജയകുമാറിനെ മാറ്റുമോ അതോ വിജയകുമാർ സമരം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ദിലീപാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ദിലീപ് ഇന്ന് ഇവരുമായിട്ട് ചർച്ച എടുത്തു. പിന്നീട് ദിലീപ് മിക്കവാറും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഒരു പ്രഖ്യാപനം നടത്തും. ഈ സംഘടനകളെല്ലാം ചേർന്നൊരു വാർത്താ സമ്മേളനം വിളിക്കുന്ന കാര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫിയോക്ക് ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാകും. ഒരു കാരണവശാലും സമരം ഉണ്ടാവില്ല. ഫിയോക്ക് ഉണ്ടാകാൻ വേണ്ടി ആന്റണി പെരുമ്പാവൂരും ദിലീപും ഇതിൻ്റെ തലപ്പത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ച നിർമ്മാതാക്കളുടെ സംഘടനയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് ഫെഡറേഷനുമായി തെറ്റിപ്പിരിഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിർമ്മാതാക്കളുടെ സംഘടനയാണ്, അതോടൊപ്പം വിതരണക്കാരുടെ സംഘടനയാണ്. ഇവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിന് മുന്നോട്ട് പോകില്ല എന്ന് ഇന്നലത്തെ യോഗത്തിൽ ആന്റണി പെരുമ്പാവൂരും ദിലീപും ഒക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകൾ ഇത് നിർണായകമായ ചർച്ചയിലേക്ക് പോകുന്നു. മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും യോജിക്കില്ല എന്ന് നിർമ്മാതാക്കളും അതോടൊപ്പം വിതരണക്കാരും പറയുന്നു. 1-ാം തീയതി 2-ാം തീയതി സിനിമകൾ റിലീസുണ്ട്. ഈ 1-ാം തീയതി സിനിമ റിലീസ് ചെയ്യുന്നവരും 2-ാം തീയതിയിലത്തെ റിലീസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാരും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളെയും ഇന്നലെ വിളിച്ച് യോഗത്തിൽ പങ്കെടുത്തു. ഇവർ സിനിമ വിതരണം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുമെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ചില സിനിമകൾ സാങ്കേതിക കാരണത്താൽ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമയ്ക്കും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും വരും മണിക്കൂറുകൾ ഇതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം.